നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടെക് ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കായി 4 യൂണിറ്റ് 4ലെ രണ്ടാമത്തെ പാഠഭാഗമാണ് സൻസാർ പുസ്തക് ഹേ എന്ന ഈ പാഠഭാഗം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ പുത്രി ഇന്ദിര പ്രിയദർശിനിക്ക് അയച്ച കത്താണ്. ഇത് ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ നിന്നും എടുത്തിട്ടുള്ളതാണ്. പ്രശസ്ത ഹിന്ദി കഥാകൃത്ത് ആയ മുൻഷി പ്രേംചന്ദ് ആണ് ഇത് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. നമുക്ക് ചുറ്റും ജീവനുള്ളതും ഇല്ലാത്തതുമായ അനേകം വസ്തുക്കളുണ്ട്. അവയ്ക്കെല്ലാം പറയാൻ ഓരോ കഥകളും ഉണ്ടാകും. പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അവയുടെ കഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജവഹർലാൽ നെഹ്റു ജയിലിൽ കഴിഞ്ഞിരുന്ന കാലത്ത് മകളായ ഇന്ദിര പ്രിയദർശിനിക്ക് അനേകം കത്തുകൾ അയച്ചിരുന്നു. ഈ കത്തുകൾ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ പ്രകൃതിയെക്കുറിച്ച് എഴുതിയൊരു കത്താണ് സൻസാർ പുസ്തക് ഹേ എന്ന ഈ പാഠഭാഗം. ഈ പാഠഭാഗത്തു നിന്നും വരുന്ന ടെസ്റ്റ് വർക്കും ക്വസ്റ്റ്യൻ ആൻസറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാഠപുസ്തകത്തിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹിന്ദുസ്ഥാൻ ജോ എക് ബഹുത് ബഡാ ദേശ് ഹേ ഫിർ ദുനിയാ കാ എക് ഛോട്ടാ സാ ഹിസ്സ ഹേ. ഇന്ത്യ ഒരു വലിയ രാജ്യവുമാണ്, എങ്കിലും അവ ലോകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. अगर तुम्हें दुनिया का कुछ हाल जानने का शौक है तो तुम्हें तब उन सब देशों का और उन सब जातियों का जो इसमें बसी हुई है ध्यान रखना पड़ेगा. केवल उस एक छोटे से देश का नहीं जिसमें तुम पैदा हुई हो. നിനക്ക് ഈ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നാം ജനിച്ച ആ ചെറിയ ഭൂഭാഗത്തെക്കുറിച്ച് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും ആ രാജ്യങ്ങളിൽ വസിക്കുന്ന എല്ലാ മനുഷ്യരെക്കുറിച്ചും അറിയണം. ഇസ്സെ ആപ്നെ ക്യാ സംജ, ഇതിൽ നിന്നും താങ്കൾ എന്ത് മനസ്സിലാക്കി എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മീനിങ്. ഉത്തർ, ഹമേ അപ്നെ ദേശ് പർ ഹി സീമിത് നഹി രഹനാ ചാഹിയേ, നാം നമ്മുടെ രാജ്യത്തു തന്നെ ഒതുങ്ങിക്കഴിയരുത്. ഹമാരാ ദൃഷ്ടികോൺ വ്യാപക് ഹോന ചാഹിയേ, നമ്മുടെ കാഴ്ചപ്പാട് വിശാലമായിരിക്കണം. दुनिया का हाल जानने के लिए इस दुनिया के सभी देशों का और यहाँ बसी हुई सभी जातियों का सूक्ष्म ज्ञान होना ज़रूरी है. ലോകത്തിൻ്റെ സ്ഥിതി അറിയാൻ വേണ്ടി ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഇവിടെ വസിക്കുന്ന എല്ലാ വർഗങ്ങളുടെയും സൂക്ഷ്മ ജ്ഞാനം ആവശ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, पुराने ज़माने की लिखी हुई किताबें न होने पर भी कुछ ऐसी चीज़ें हैं जिनसे हमें उतनी ही बातें मालूम होती है जितनी किसी किताब से होती. പഴയ കാലഘട്ടത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ ഇല്ലെങ്കിലും പുസ്തകങ്ങളിൽ നിന്നെന്ന പോലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ചില സ്രോതസ്സുകൾ ഉണ്ടെന്നുള്ളതാണ്. ऐसा क्यों कहा गया है, ഇങ്ങനെ പറയാൻ കാരണമെന്ത്? उत्तर, दुनिया में ऐसी कई चीज़ें हैं जो हमारे लिए पुस्तकों से ज़्यादा जानकारी देती है. ലോകത്തിലുള്ള മറ്റു പല വസ്തുക്കൾ അവ നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അറിവ് കൂടുതൽ നൽകുന്നു. പഹാഡ്, ചട്ടാൻ, നദിയാം, ജംഗൽ, സമുദ്ര, ജാൻവരോं की हड्डियां ആദി ऐसी ही चीज़ें हैं. പർവ്വതങ്ങൾ, പാറകൾ, നദികൾ, കാടുകൾ, സമുദ്രം, മൃഗങ്ങളുടെ എല്ലുകൾ, ഇതുപോലുള്ള വസ്തുക്കളെല്ലാം ये पुराने ज़माने की स्मृतियाँ जगाने वाली सिद्ध सबूत है. ലോകത്തിൻ്റെ പഴയകാല ചരിത്രം മനസ്സിലാക്കാൻ കഴിയുന്ന തെളിവുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, इसी तरह पहले तुम्हें प्रकृति के अक्षर पढ़ने पड़ेंगे, इसका मतलब क्या है. ഇതുപോലെ ആദ്യം നിനക്ക് പ്രകൃതിയുടെ അക്ഷരങ്ങളെ പഠിക്കേണ്ടി വരും. ഇതിൻ്റെ അർത്ഥം എന്താണ്? उत्तर, किसी भाषा को सीखने के लिए हमें पहले उस भाषा के अक्षर सीखने पड़ते हैं. ഏതെങ്കിലും ഭാഷ പഠിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ആ ഭാഷയിലെ അക്ഷരങ്ങൾ പഠിക്കേണ്ടി വരുന്നു. പ്രകൃതി में भी अक्षर रूपी अनेक चीज़ें होती है. പ്രകൃതിയിലും അക്ഷരമാകുന്ന അനേകം വസ്തുക്കളുണ്ട്. इसलिए प्रकृति को पढ़ने के लिए पहले उन अक्षर रूपी चीज़ों को पढ़ना चाहिए. അതുകൊണ്ട് പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആദ്യം ആ അക്ഷരമാകുന്ന വസ്തുക്കളെക്കുറിച്ച് പഠിക്കണം. इसके लिए हर चीज़ का सूक्ष्मज्ञान होना चाहिए. ഇതിനു വേണ്ടി എല്ലാ വസ്തുക്കളുടെയും സൂക്ഷ്മജ്ഞാനം ഉണ്ടായിരിക്കണം. അടുത്തത് ടെസ്റ്റ് വർക്കാണ്, വാക്യാംശ് കോ ഉചിത് ഗാനോ മേ ലിഖിയേ.
ഇവിടെ താഴെയായിട്ട് കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ 2 കോളങ്ങൾ കാണാം. പ്രകൃതിക്ക് സാത്ത്, പ്രകൃതിക്ക് വിരുദ്ധ, അങ്ങനെ കോളങ്ങൾ കാണാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നിന്നും പ്രകൃതിക്ക് സാത്ത്, പ്രകൃതിയോടൊപ്പം എന്നുള്ള അവിടെ ആ കോളത്തിൽ അതിനോട് യോജിച്ചവ എടുത്തെഴുതുക. പ്രകൃതിക്ക് വിരുദ്ധ, പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ, അവിടെ പ്രകൃതിക്ക് വിരുദ്ധമായ സെൻറ്റൻസുകളുണ്ട് ഇതിൽ. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതാം. ആദ്യം ഈ വാക്യങ്ങൾ വായിക്കാം. പേട് ലഗാന, മരം നടുക. പേടോं को काटना, മരം മുറിക്കുക. മിട്ടി का സംരക്ഷൺ करना, മണ്ണ് സംരക്ഷിക്കുക. മിട്ടി को प्रदूषित करना, മണ്ണിനെ മലിനമാക്കുക. പഹാടോं का സംരക്ഷൺ करना, പർവ്വതങ്ങൾ സംരക്ഷിക്കുക. ചട്ടാനോं को तोड़ना, പാറകൾ പൊട്ടിക്കുക. നദി നാലോं में कूड़ा कचरा डालना, നദിയിലും തോടുകളിലുമെല്ലാം ചപ്പ് ചവറുകൾ ഇടുക. ജലസ്രോതോं का സംരക്ഷൺ करना, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. ഇനി താഴെ 2 കോളത്തിൽ എടുത്തെഴുതാം. പ്രകൃതിക്ക് സാത്ത് എന്നുള്ളിടത്ത് पेड़ लगाना, मिट्टी का संरक्षण करना, पहाड़ों का संरक्षण करना, जल स्रोतों का संरक्षण करना. इനി പ്രകൃതിക്ക് വിരുദ്ധമായവ: पेड़ों को काटना, मिट्टी का प्रदूषित करना, चट्टानों को तोड़ना, नदी नालों में कूड़ा कचरा डालना. അടുത്ത ടെസ്റ്റ് വർക്കിലേക്ക് പോകാം. संसार पुस्तक है, लेख के आधार पर सही वाक्यों पर सही का निशान लगाइए. സൻസാർ പുസ്തക് ഹെ എന്ന ഈ ലേഖനത്തെ ആധാരമാക്കിയിട്ട് താഴെ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളതിന് കറക്റ്റായിട്ടുള്ള അടയാളം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ ബഹുത്ത് ബഡാ ദേശ് ഹെ, ഇന്ത്യ വലിയ രാജ്യമാണ്. ഇതിൻ്റെ ആൻസർ സഹി ഹെ. दुनिया का हाल जानने के लिए सब देशों पर और उनमें बसी जातियों पर ध्यान रखना है. ലോകത്തിൻ്റെ അവസ്ഥ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും അവിടെ വസിക്കുന്ന എല്ലാ ജാതികളെക്കുറിച്ചും അറിയണം എന്നാണ്. അത് സഹീഹെ, കറക്റ്റാണ്. യഹ് പത്ര ഇന്ദിരാ പ്രിയദർശിനിക്കോ പ്രേംചന്ദ്രനെ ലിഖാ ഹെ, ഗലത് ഹെ. യഹ് പത്ര ഇന്ദിരാ പ്രിയദർശിനിക്ക് പ്രേംചന്ദ്ര എഴുതിയതാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് തെറ്റാണ്, ഗലത് ഹെ. ദുനിയാ മേ ബസേ ലോക് സബ് ഭായി ബഹൻ ഹെ, ലോകത്ത് വസിക്കുന്ന എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ഇത് കറക്റ്റാണ്, സഹീഹെ. ജാൻവരോം സെ പെഹലെ ധർത്തി മേ ആദ്മിയോം കാ ജന്മ ഹുവാ താ, മൃഗങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യരാണ് ജന്മമെടുത്തത്. ഇത് തെറ്റാണ്, ഇത് ഗലത് ഹെ. അടുത്തത് एक जमाने में धरती की बेहद गर्मी के कारण जानदार चीजें नहीं रह सकती थी. ഒരു കാലത്ത് ഭൂമിക്ക് വളരെയധികം ചൂടായത് കൊണ്ട് ജീവനുള്ള വസ്തുക്കളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത് കറക്റ്റാണ്, സഹീഹെ. അടുത്ത ടെസ്റ്റ് വർക്ക് ആശയോം കാ സഹി മിലാൻ കരേം, ശരിയായ ആശയങ്ങളെ തമ്മിൽ യോജിപ്പിക്കാം. ആദ്യം വായിക്കാം. लाखों पुरानी धरती में, पुराने समय के जानवरों के बारे में जानना के लिए विद्वानों के अध्ययन के अनुसार प्रकृति का निरीक्षण करने से. ऑपोजिट, समय के अनुसार भूमि में हुए परिवर्तनों का अनुमान कर सकते हैं. एक जमाने में धरती बेहद गर्म थी, उनकी पुरानी हड्डियाँ महत्वपूर्ण सहायता देती हैं. कई दिनों तक कोई आदमी नहीं था. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ശരിയായ ആശയങ്ങൾ തമ്മിൽ നമുക്ക് യോജിപ്പിക്കാം. ഫസ്റ്റ്, लाखों पुरानी धरती में कई दिनों तक कोई आदमी नहीं था. पुराने समय के जानवरों के बारे में जानने के लिए उनकी पुरानी हड्डियाँ महत्वपूर्ण सहायता देती हैं. അടുത്തത്, विद्वानों के अध्ययन के अनुसार एक ज़माने में धरती बेहद गर्म थी. അടുത്തത്, प्रकृति का निरीक्षण करने से समय के अनुसार भूमि में हुए परिवर्तनों का अनुमान कर सकते हैं. അടുത്ത ടെസ്റ്റ് വർക്ക് ആത്മകഥ ലിഖി. ആത്മകഥ എഴുതാം. दुनिया का पुराना हाल जानने के लिए खुद संसार रूपी पुस्तक को पढ़ें. ലോകത്തിൻ്റെ പഴയ അവസ്ഥ അറിയുവാൻ സ്വയം ലോകമാകുന്ന പുസ്തകം വായിക്കാം. संसार रूपी पुस्तक में आप क्या क्या पढ़ सकते हैं. ലോകമാകുന്ന പുസ്തകത്തിൽ എന്തെല്ലാം വായിക്കാൻ കഴിയുന്നു? दुनिया के लाखों करोड़ों वर्ष पुरानी हालत, पेड़ पौधे, चट्टानों, पहाड़, नदियाँ,
जंगल, जानवर आदि सभी तरह की चीज़ों की जानकारियाँ संसार रूपी पुस्तक से हम പഠ सकते हैं. കണക്കിന് അതായത് കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ലോകത്തിൻ്റെ അവസ്ഥ, മരങ്ങൾ, ചെടികൾ, പാറകൾ, പർവ്വതങ്ങൾ, നദികൾ, വനങ്ങൾ, മൃഗങ്ങൾ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള അറിവുകൾ ലോകമാകുന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അടുത്തത്, आपके इलाके की भी एक कहानी होती है, लिखे उसकी ആത്മകഥ. താങ്കളുടെ പ്രദേശത്തിന് ഒരു കഥയുണ്ട്, അതിൻ്റെ ആത്മകഥ എഴുതുക. ഞാനിവിടെ ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രദേശത്തിനെക്കുറിച്ച് ഒരു ആത്മകഥ എഴുതാവുന്നതാണ്. തിരുവനന്തപുരം. മേരാ നാം തിരുവനന്തപുരം ഹെ. എൻ്റെ പേര് തിരുവനന്തപുരം എന്നാണ്. യഹ് ആജ് കേരൾ കി രാജധാനി ഹെ. ഇന്ന് ഇത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. പുരാനെ തിരുവിതാംകൂർ ഓർ തിരുക്കൊച്ചി കി രാജധാനി തി. പഴയ തിരുവിതാംകൂറിൻ്റെയും തിരുക്കൊച്ചിയുടെയും തലസ്ഥാനമായിരുന്നു. പുരാന ശ്രീ ആനന്ദപുരം ഹെ ആജ് കാ തിരുവനന്തപുരം. പഴയ ശ്രീ ആനന്ദപുരമാണ് ഇന്നത്തെ തിരുവനന്തപുരം. ആനന്ദൻ ഭഗവാൻ ശ്രീ പത്മനാഭൻ ഹെ, അതായത് മഹാവിഷ്ണു. ഇന്നത്തെ തിരുവനന്തപുരം ആനന്ദൻ ഭഗവാൻ ശ്രീ പത്മനാഭൻ ആണ്. कहा जाता है कि यहाँ से भगवान श्री पद्मनाभन योग निद्रा में आनंद बन गया है. ഇവിടെ വെച്ചാണ് ഭഗവാൻ ശ്രീ പത്മനാഭൻ യോഗനിദ്രയിൽ ആനന്ദമായി മാറിയത് എന്ന് പറയപ്പെടുന്നു. സി കാരൺ സെ മേ തിരുവനന്തപുരം നാം സെ ജാന ജാതാ ഹൂം. ഈ കാരണത്താലാണ് ഞാൻ തിരുവനന്തപുരം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ടെസ്റ്റ് വർക്ക് നോക്കാം. ഏ വാക്യ പഠേം. ഇംഗ്ലണ്ട് കേവൽ एक छोटा सा टापू है. ഇംഗ്ലണ്ട് കേവലം ഒരു ചെറിയ ദ്വീപാണ്. ഹിന്ദുസ്ഥാൻ ദുനിയാ കാ छोटा सा हिस्सा है. ഭാരതം ലോകത്തിൻ്റെ ചെറിയ ഭാഗമാണ്. ഇൻ ബാത്തോं को मिलाकर പാഠഭാഗ में कैसे प्रस्तुत किया गया है. ഈ കാര്യങ്ങളെ ചേർത്ത് പാഠഭാഗത്തിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? देखिए, കാണാം. ഇംഗ്ലണ്ട് കേവൽ एक छोटा सा टापू है. ഇംഗ്ലണ്ട് കേവലം ഒരു ചെറിയ ദ്വീപും. और हिंदुस्तान जो एक बहुत बड़ा देश है, फिर भी दुनिया का एक छोटा सा हिस्सा है. ഭാരതം ഒരു വലിയ രാജ്യമായിരുന്നിട്ട് പോലും ലോകത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ऐसी प्रस्तुति में कौन सा नया आशय मिलता है. ഇങ്ങനെ പറയുമ്പോൾ ഏത് പുതിയ ആശയമാണ് കിട്ടുന്നത്? इसमें രേഖാങ്കിത ശബ്ദോം കി ഭൂമിക പഹചാനെ. ഇതിൽ അടിവരയിട്ടിരിക്കുന്ന രേഖാങ്കിത ശബ്ദം എന്ന് പറഞ്ഞാൽ അടിവരയിട്ടിരിക്കുന്ന ശബ്ദോം ക വാക്കുകളുടെ ഭൂമിക പഹചാനെ പ്രാധാന്യം മനസ്സിലാക്കുക. രേഖാങ്കിത ശബ്ദ കോ യോജക് കർത്തേ ഹെ. അടിവരയിട്ടിരിക്കുന്ന വാക്കുകളെ യോജക് കൺജക്ഷൻ ഘടകം എന്ന് പറയുന്നു. ദോ ശബ്ദോം വാക്യോം യാ വാക്യാംശോം को एक दूसरे से मिलाने वाला അവ്യയോജക ഹെ. രണ്ട് വാക്കുകളെയോ വാക്യാംശങ്ങളെയോ വാക്യങ്ങളെയോ യോജിപ്പിക്കുന്ന അവികാരി ശബ്ദമാണ് യോജക്. ഉദാഹരണം ഓർ, യാ, ഫിർ, ലേഖി, പർ. അടുത്ത ടെസ്റ്റ് വർക്ക് മിശ്രിത വാക്യ ചുനെ. മിശ്രിത വാക്യം തിരഞ്ഞെടുത്തെഴുതാം. പാഠഭാഗ് സെ ऐसे മിശ്രിത വാക്യോം കോ ചുൻകർ ലിഖിए. പാഠഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള മിശ്രവാക്യങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. ഉൻഹെ सरल वाक्यों में विभाजित करें. അവയെ സരളവാക്യത്തിലാക്കുക. യോജക ശബ്ദോं को सूचीबद्ध करें. ഘടക യോജക പദങ്ങൾ പട്ടികപ്പെടുത്തുക. उत्तर, अगर एक छोटा सा रोड़ा तुम्हें इतनी बातें बता सकता है तो पहाड़ों और दूसरी चीज़ों से जो हमारे चारों तरफ है हमें और कितनी बातें मालूम हो सकती है. ഒരു ചെറിയ ചരലിന് നിങ്ങളോട് ഇത്രയേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പർവ്വതങ്ങളിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ള മറ്റു വസ്തുക്കളിൽ നിന്നും നമുക്ക് ഇനിയും എത്രയധികം കാര്യങ്ങൾ അറിയാൻ കഴിയും. താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് യോജകാണ്. ഈ വാക്യത്തെ നമുക്ക് സരൽ വാക്യത്തിലേക്ക് മാറ്റാം. रोड़ा केवल एक छोटी सी वस्तु है. वह तुम्हें कितनी बातें बता सकता है. हमारी चारों तरफ पहाड़ और दूसरी चीज़ें हैं. उनसे हमें कितनी बातें मालूम हो सकती है. അടുത്തത് പ്രകൃതി സംരക്ഷण का अवबोध जगाने लायक പോസ്റ്റർ തയ്യാർ കരേ. പ്രകൃതി സംരക്ഷണ ബോധം ഉളവാക്കുന്ന പോസ്റ്റർ തയ്യാറാക്കാം. ഇവിടെ ഒരു പോസ്റ്ററിൻ്റെ മോഡൽ കൊടുക്കുന്നുണ്ട്. पर्यावरण बचे तो प्राण बचे, पेड़ पौधे मत करो नष्ट.
आओ करें प्रकृति की रक्षा. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.